പരിശുദ്ധാത്മാവിൽ അല്പസമയം നമ്മൾ ധ്യാനിക്കുന്നത് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. അതായത് ഹെബ്രായർ 6:1 പറയുന്നു, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നിങ്ങൾ പക്വതയിലേക്ക് വളരുവിൻ. സ്വർഗത്തിലെ പിതാവിൻ്റെ സ്വപ്നവും ആഗ്രഹവുമാണ് തൻ്റെ മക്കൾക്ക് പക്വത ഉണ്ടാവണമെന്ന്. ശ്രദ്ധിക്കണേ അല്പസമയം. ഇത് പിതാവിൻ്റെ നിലവിളിയുടെ ഒരു ഭാഗമായി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുടുംബത്തിൽ 15 വയസ്സുള്ള ഒരു കൊച്ചിന് 5 വയസ്സുള്ള ബുദ്ധിയെ ഉള്ളെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ആത്മസന്തോഷം ആണോ? എന്തായിരിക്കും മാതാപിതാക്കൾക്ക്? അടങ്ങാത്ത ദുഃഖവും ഒടുങ്ങാത്ത തേങ്ങലും. എന്താണെന്നറിയാമോ? കൊച്ചിൻ്റെ ബുദ്ധി വളരുന്നില്ല. നാട്ടുകാർ പറയും ഇന്നാളിൻ്റെ കുഞ്ഞാണ്, ഇതാ മന്ദബുദ്ധിയാണ്. മനസ്സിലായോ? ഇതുപോലെയാണ് വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമ്മൾ പക്വതയിലേക്ക് വളരാതെ വരുമ്പോൾ, പിശാചിൻ്റെ അടിമയാകുമ്പോൾ നമ്മളെ നോക്കിയിട്ട് പിശാച് ദൈവത്തെ കൊഞ്ഞണം കാണിക്കും. നീ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ നിന്റെ മകൻ മന്ദബുദ്ധിയാ. കണ്ടില്ലേ? മകള് മന്ദബുദ്ധിയാ, വളരുന്നില്ല. ഇതിൻ്റെ തേങ്ങൽ ആർക്കാന്നറിയാമോ? സർവശക്തനായ ദൈവത്തിനാ. ദൈവത്തിൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഇന്ന് മുതൽ വിശുദ്ധ ഗ്രന്ഥം കൈകൊണ്ടെടുത്ത് ചുണ്ടുകൊണ്ട് ചുംബിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അധരം കൊണ്ട് വായിക്കണം. കൺമുമ്പിൽ എന്നതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ നടക്കും. ശ്രദ്ധിച്ചു കേട്ടോ? അല്പസമയം ചേർന്ന് പറ ഹല്ലേലൂയാ. അങ്ങനെ വരട്ടെ. ഇനി വചനം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവിൽ എളിമ വേണം, എളിമപ്പെടണം. യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാശിക്കുക. ലോകത്തിലെ ഏത് ബുക്കും വായിക്കാൻ നമുക്ക് എളുപ്പമാണ്. എത്ര മണിക്കൂർ യൂട്യൂബിൻ്റെ മുമ്പിൽ ഇരിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് പൈങ്കിളി കഥകൾ നമ്മൾ വായിച്ചു തീർക്കും. കണ്ണെടുക്കാതെ സീരിയലും സിനിമയും കണ്ടു തീർക്കും. പക്ഷേ ബൈബിൾ ഒന്ന് തുറക്കണമെങ്കിൽ, വചനമൊന്ന് വായിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം. എന്ന് വെച്ചാൽ എളിമ വേണം. എന്തേ ഇത്രയും കാലമായിട്ട് ദൈവമക്കള് ബൈബിള് കൈകൊണ്ടെടുക്കാൻ നാണക്കേട്? തുറക്കാൻ പറ്റാത്തത് ബാക്കിയെല്ലാം തുറക്കുന്നല്ലോ. തുറക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം വേണം. ബാക്കി ഏത് ഡിഗ്രിയും എടുക്കും. ചേർന്ന് പറ ഹല്ലേലൂയാ. സർവശക്തിയോട് പറ ഹല്ലേലൂയാ. യാക്കോസിലിയുടെ ലേഖനം 1:21 പറയുകയാണ്, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ ഭാഗീകരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിയുന്നതുമായ ജീവന്റെ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. ഈ മണിക്കൂറിൽ ഈ അല്പസമയം കൊണ്ട് വചനം ഭക്ഷിക്കാമെങ്കിൽ ഭക്ഷിച്ചോ, ഹൃദയം ഒന്ന് തുറക്കാമെങ്കിൽ തുറന്നോ. തലവര മാറും, മക്കളുടെ ജീവിതം മാറും. ശ്രദ്ധിച്ചു കേട്ടോണം പ്രിയപ്പെട്ടവരെ. 3 കാര്യം സംഭവിച്ചാൽ, 3 കാര്യം എന്നെ കേൾക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിൽ സംഭവിച്ചാൽ അടുത്ത തലമുറയെ വീണ്ടെടുക്കും. പിശാചിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കും, ജീവിതാന്തസ് അനുഗ്രഹിക്കും, തടസ്സങ്ങൾ മാറും, അത്ഭുതങ്ങൾ കൺമുമ്പിൽ എന്നതുപോലെ ദർശിക്കും. എന്താണെന്നറിയാം? 1 വചനം വായിക്കുമ്പം, 2 വചനം കേൾക്കുമ്പം, 3 വചനം പറയുമ്പം കൺമുമ്പിൽ എന്നതുപോലെ മിറക്കൾ സംഭവിക്കും. ഇത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. ശ്രദ്ധിച്ചോ? അതുകൊണ്ട് നാളെ ഇവിടെ വരുമ്പോൾ കയ്യിൽ ഒരു പുസ്തകം കാണണം. അതിൻ്റെ പേരാണ് ബൈബിൾ. കയ്യിൽ ഒരു നോട്ട്ബുക്കും ഒരു പേനയും ഉണ്ടെങ്കിൽ അത് കുറിക്കാൻ പറ്റും. വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഒന്ന് വചനം വായിക്കുമ്പം നമ്മളുടെ വിശ്വാസമാണ് വർദ്ധിക്കുന്നത്. വിശ്വാസം വർദ്ധിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ആശ്രയിക്കാൻ, അതായത് പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ ബ്ലോക്കുകൾ കഴിയും. ഹെബ്രായർ 11:6 പറയുന്നു, വിശ്വാസം ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്കായി അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. എന്ന് വെച്ചാൽ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ വിശ്വാസം വളരും. വിശ്വാസം വളരുമ്പോൾ നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും.
വിശ്വാസം ദാനമായി ലഭിക്കുന്ന ഒരു പൈതലിന് കടന്നു ചെല്ലാനൊരിടവും സമീപിക്കാൻ ഒരു വ്യക്തിയുമുണ്ടെന്ന് ഉറപ്പുണ്ട് എപ്പോഴും, ഏത് പ്രശ്നത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും. ഇനി ശ്രദ്ധിച്ച് കേട്ടോ, ശ്രദ്ധിച്ച്. നിയമാവർത്തനം 6-ാം അധ്യായത്തിൽ ഒരു കൽപ്പന എന്നതുപോലെയാണ് ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നത്. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഒരേ ഒരു കർത്താവ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? യോഹന്നാൻ 14:23 യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നിട്ട് കർത്താവ് പറയാണ് 6-ാം വാക്യം, ഞാനെന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജോഷുവ 1:8 പറയുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. 1 ഹൃദയത്തിലുണ്ടാകണം, 2 അധരത്തിലും ഉണ്ടായിരിക്കണം. എന്താണെന്നറിയാമോ? യേശു അടിവരയിട്ടൊരു കാര്യം പറഞ്ഞു. ഇത് പറഞ്ഞത് മനുഷ്യനല്ല, സാക്ഷാൽ ദൈവപുത്രൻ. യേശു പറയാണ് മാർക്കോസ് 12:24, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാതെ പോയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. മാതാപിതാക്കൾക്ക് വചനം അറിയില്ല എങ്കിൽ മാതാപിതാക്കൾക്ക് തെറ്റുപറ്റും, മക്കൾക്ക് വചനം അറിയില്ല എങ്കിൽ മക്കൾക്ക് തെറ്റുപറ്റും, അധികാരികൾക്ക് വചനം അറിയില്ല എങ്കിൽ അധികാരികൾക്ക് തെറ്റുപറ്റും. ആർക്കാണോ ഈശോ പറഞ്ഞതാണ് തെറ്റുപറ്റിയ കാരണം ഇതാ. ഇനി വചനം അറിയുന്ന ഒരു മകനുണ്ടെങ്കിൽ തെറ്റുപറ്റില്ല. തെറ്റുപറ്റിയാൽ തിരിച്ച് ആ മകൾ തിരിച്ചു വരും. അതായത് കേരളത്തിൽ എനിക്കറിയുന്ന ഒരു വൈദികൻ പറഞ്ഞതാണ്. അച്ഛൻ്റെ അടുത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റിസോർട്ടിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ ചെന്നു. കുടുംബഭാരം മുഴുവൻ ഏറ്റെടുത്ത് അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഇവള് കല്യാണം കഴിച്ചില്ല. റിസോർട്ടിൽ 15,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഈ പെൺകുട്ടി, അപ്പൻ രോഗി, അനിയൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജീവിതത്തിൻ്റെ ക്ലേശവും നിരാശയും സങ്കടവും കയറുമ്പോൾ ഇവള് നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വൈദികൻ്റെ അടുത്ത് എന്നിട്ട് തൻ്റെ ഹൃദയം ഇങ്ങനെ തുറന്നപ്പോൾ വൈദികൻ പറഞ്ഞു, മോളെ, നീ പാപം ചെയ്യാനുള്ള സാഹചര്യമുള്ളിടത്താണ് നീ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് നീ വചനത്തിൽ ആശ്രയിക്കണം, വചനം വായിക്കണം, വചനം പഠിക്കണം, നീ തെറ്റിൽ വീഴില്ല. ഇത് ഇവള് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് വചനം ഭക്ഷിക്കാൻ തുടങ്ങി. 4-ാമത്തെ വർഷം, റിസോർട്ടിൽ ജോലി ചെയ്യുന്ന 4-ാമത്തെ വർഷം, മാനേജർ റൂമിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മോളെ വാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അതായത് ഒരു കോടീശ്വരൻ ഇവിടെ വന്ന് റൂമെടുത്ത് നിന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, നിന്നെക്കുറിച്ച് തിരക്കി, നിന്റെ കുടുംബത്തിൻ്റെ ക്ലേശങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഒരു ഓഫർ വെച്ചിട്ടുണ്ട്, നീ വളരെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഞങ്ങളോട് വേറൊന്നും തോന്നരുത്, നിനക്ക് ലക്ഷങ്ങളുടെ കടഭാരമുള്ളതല്ലേ, ഒത്തിരി ഞെരുക്കങ്ങളുള്ളതല്ലേ, 3 ലക്ഷം രൂപ അദ്ദേഹം നിനക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട് മോളെ, ഞങ്ങളെ തെറ്റൊന്നും ധരിക്കരുത്, ആരും അറിയത്തില്ല. അദ്ദേഹം ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെ ചെലവഴിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ നമ്മളിലേക്ക് തിന്മയെ പൊതിഞ്ഞു വരുന്ന നന്മയുണ്ട്. ഇത് കണ്ടെത്താൻ വളരെയേറെ ബുദ്ധിമുട്ടാ. ഒരുപാട് മോഹവാഗ്ദാനങ്ങളിലൂടെ തിന്മയെ പൊതിഞ്ഞു വരും. അതിന് വിവേകം പോരാ, വചനം വേണം. വിവേചനത്തിൻ്റെ ഒരു മനുഷ്യൻ നമ്മുടെ ബിസിനസ്സിലേക്ക് കയറി വരുമ്പോൾ, ജീവിത അന്തസ്സിലേക്ക് കയറി വരുമ്പോൾ, കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ, സൗഹൃദം നടിക്കാൻ കയറി വരുമ്പോൾ അവൻ്റെ മധുരമൊഴികളായിരിക്കും. സമീപനമൊക്കെ നമുക്ക് തോന്നിയിരിക്കാം നമ്മളോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കാമെന്ന്. ഫാമിലി ഫ്രണ്ടായിട്ട് കയറി വരുമ്പോൾ, പഠിക്കുന്ന കൂട്ടുകാരൻ്റെ ഇടയിൽ നല്ലതുപോലെ പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കാത്തൊരു കൊച്ചു കൂട്ടുകാരിയായിട്ട് കയറി വരുമ്പോൾ, കൂട്ടുകാരനായിട്ട് കയറി വരുമ്പോൾ, സ്നേഹത്തിൻ്റെ പുറംകുപ്പായം ധരിച്ചുകൊണ്ട് സ്നേഹം നടിച്ചുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു മിഥ്യയായൊരു തോന്നലുണ്ടാവും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം, മറഞ്ഞിരിക്കുന്ന കെണി മനസ്സിലാകണമെങ്കിൽ വിവേചനത്തിൻ്റെ വചനം ഹൃദയത്തിൽ വേണം. ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ, ഉദ്ദേശശുദ്ധി. അവളാകെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അവൾ ചിന്തിക്കും, പിശാച് ഒരു സൈഡിൽ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നു, ആരും അറിയത്തില്ല, ഒരു രാത്രി 3 ലക്ഷം രൂപ കിട്ടുമല്ലോ, കടം തീരുമല്ലോ. പരിശുദ്ധാത്മാവും മറു സൈഡിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നു, മോളെ, ഇന്നുവരെ നീ പാവം ചെയ്തിട്ടില്ലല്ലോടാ, ഇന്നുവരെ നീ ഈശോയെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ,
എന്ന് ചിന്തിക്കുന്നു. ഫിലിപ്പിയർ 1-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്, രണ്ടിൻ്റെയും ഇടയിൽ കിടന്ന് ഞാൻ ഞെരുങ്ങുകയാണ്, ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാൻ വയ്യ. വീട്ടിൽ അവൾ പോയിട്ട് ഉറക്കം നഷ്ടപ്പെട്ടു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അവൾ ചങ്ക് പൊട്ടിയിട്ട് ഉള്ളിൽ നിന്നും എൻ്റെ ഈശോയെ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് വിളിക്കുമ്പം അവൾ വായിച്ച് പഠിച്ച വചനം, മുമ്പ് പഠിച്ചൊരു വചനം അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരിക. 119-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ചലിക്കാൻ തുടങ്ങി. അവൾ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, സാർ 3 ലക്ഷം രൂപ തന്നാൽ ഒരു ദിവസത്തേക്കല്ല, ഒരു നിമിഷത്തേക്ക് പോലും പാപം ചെയ്ത് എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കുകയില്ല. കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തുക. പൊന്നുമക്കളെ, മക്കൾക്ക് വചനം കൊടുക്കുന്നില്ലെങ്കിൽ അവർ വഴിപിഴയ്ക്കും, വഴിതെറ്റും, തകർന്നു പോകും. വചനമറിയാവുന്ന മക്കള് വഴിതെറ്റില്ല, തിരിച്ചു വരും. വചനം മക്കളെ, നിങ്ങളെ വിശുദ്ധിയിൽ ജീവിക്കണോ? നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും നിങ്ങൾക്ക് ഒരു ഗുണവും പിടിക്കണമെന്നില്ല, അറിവ് ലഭിക്കും. പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കണമെങ്കിൽ, നിങ്ങളെ വിശുദ്ധി നിലനിർത്തണമെങ്കിൽ, ജീവിതാന്തസ് ഉയരണമെങ്കിൽ പരിശുദ്ധ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ അതൊരായുധമായി സൂക്ഷിക്കണം. ഹൃദയത്തിൽ കർത്താവ് പറയാണ്, അത് നിങ്ങളുടെ ഹൃദയത്തിൽ. എന്നിട്ട് 7-ാം വാക്യം പറയാണ്, ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. മാതാപിതാക്കൾ ആദ്യം പഠിപ്പിക്കേണ്ടത് വചനമായിരുന്നു. എത്ര മാതാപിതാക്കൾക്ക് ചങ്കിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയും, കത്തോലിക്ക തിരുസഭയിലുള്ള മാതാപിതാക്കൾക്ക് നല്ല കോളേജിൽ പഠിപ്പിച്ചോ നല്ലതാ, ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിച്ചോ നല്ലതാ, ഏറ്റവും നല്ല ഡിഗ്രി അടുപ്പിച്ചോ നല്ലതാ, ഏറ്റവും നല്ല ജീവിതാന്തസ് കൊടുത്തോ നല്ലതാ. ഇതൊക്കെ കൊടുക്കുമ്പോഴും ഇത് കൊടുക്കുവാൻ മറന്നു പോകരുതും. ഇനി ആദ്യം പറഞ്ഞതൊക്കെ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും ഇത് കൊടുക്കാൻ മറന്നു പോകരുത്. ജീവിതത്തിന്റെ ക്ലേശങ്ങളിലോ ദുരിതങ്ങളിലോ പട്ടിണിയിലോ ദാരിദ്ര്യത്തിലോ ഒരു ഡിഗ്രി പോലും എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും മണ്ടന്മാരെ മന്ദബുദ്ധിമാരെ പണ്ഡിതനാക്കിയ ജീവന്റെ പുസ്തകം കൈകൊണ്ടെടുപ്പിക്കുവാൻ ഒരു മടിയും കാണിക്കരുത്. കത്തോലിക്കന് നാണക്കേടാ ബൈബിള് കൈകൊണ്ട് നടക്കാൻ. അവനെന്തോ നഷ്ടബോധം വരുന്നത് പോലെ പരസ്യമായിട്ട് ബൈബിള് പിടിക്കാൻ. കുറച്ച് നാൾ കഴിയുമ്പം ജീവിതത്തിന്റെ ക്ലേശത്തിൽ പുറത്തു നിന്ന് ഒരുത്തൻ വന്നുകൊണ്ട് പറയും, ഇന്ന വചനം നോക്കിയേ. അങ്ങനെ ചിന്തിക്കും, ഓ അതാ സത്യം, പോയി മുങ്ങാൻ നോക്കും, മാമോദീസ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. എന്താ കാര്യം? വചനം അറിഞ്ഞില്ല എങ്കിൽ തെറ്റുപറ്റും. ചേർന്ന് പറ ഹല്ലേലൂയാ. ശക്തിയോടെ 3 വെടിക്കെട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ പറഞ്ഞേ. നിങ്ങൾ ഓർത്തുകൊള്ളു പ്രിയപ്പെട്ട, ശ്രദ്ധിച്ചു കേട്ടോ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയുന്നൊരു കുടുംബത്തിലെ 10ാം ക്ലാസ് കഴിഞ്ഞൊരു പെങ്കൊച്ചിനെ ധ്യാനത്തിന് വിളിക്കാൻ വേണ്ടി കടന്നു തന്നു. ഞാനന്ന് ശുശ്രൂഷയിലൊന്നും വ്യാപരിച്ചിട്ടില്ല അധികം. ശുശ്രൂഷയ്ക്ക് വിളിക്കാനായിട്ട് കടന്നു ചെന്നപ്പോൾ സമ്പന്നയായ കുടുംബം, ഗവൺമെന്റ് ജോലിയുള്ള ഈ കുടുംബം. ഈ അമ്മ എന്നോട് പറയാണ്, മോനെ 10ാം ക്ലാസ് കൊച്ചു പരീക്ഷ എഴുതി നിൽക്കുക, അവൾക്ക് ഇപ്പോഴേ എൻട്രൻസിന്റെ കോച്ചിങ് കൊടുത്താലേ നല്ല രീതിയിൽ അവളെ പഠിച്ചുയർത്താൻ പറ്റത്തുള്ളൂ. ധ്യാനം നമുക്ക് എല്ലാ ആഴ്ചയിലും ഉണ്ടല്ലോ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും. കാറ്റീസ് എപ്പോഴും ഉണ്ടല്ലോ. എൻട്രൻസ് 2 മാസമേ ഉള്ളൂ വെക്കേഷൻ, ഇപ്പോഴേ കൊടുക്കണം കോച്ചിങ്. എന്താ സംഭവിച്ചെന്നറിയാമോ മക്കളെ? ഞാൻ പറഞ്ഞു, ആൻറ്റി ശരി. കടന്നുപോയിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? നോർത്ത് ഇന്ത്യയിൽ പോയി, വടക്കേ ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഒരു ദിവസം വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഈ അമ്മ പറയാണ്, മോനെ വരുവോ, വീട് വരെന്ന് വരുവോ, നീ പറഞ്ഞാൽ കേൾക്കും. എൻ്റെ മക്കൾ 2 പെൺപിള്ളേരാണ്. ഈ കണ്ണുനീരോടുകൂടി ആവർത്തിച്ചൊരു കാര്യം ഇതാണ്, ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ നിന്നും 12 മണിയാകുമ്പോൾ മദ്യപിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കുന്ന ചെറുപ്പക്കാരനുമായിട്ട് ഒപ്പിട്ടിറക്കേണ്ടി വന്നു. എഞ്ചിനീയറിംഗും മെഡിസിനും തൻ്റെ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തെ മനക്കോട്ട കെട്ടിയ അമ്മ കാറ്റത്ത് കരിയില പറന്നു പോകുന്നത് പോലെ അമ്മയുടെ സ്വപ്നം കൊഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. ഒടുവിൽ ഇന്ന് ഡിവോഴ്സിലേക്ക് എത്തിയ ആ മകള് ഇത്ര പരാജയമാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഒരു നിലവിളിയുണ്ട്. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴികപലകളിൽ ചെതറിക്കിടക്കുന്നു. ഇസ്രയേലിന്റെ അമൂല്യമായ മക്കൾ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എങ്ങനെ ഗണിക്കപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ പാവപ്പെട്ട കൊച്ചുമക്കള് ദേവാലയത്തിൽ ഇരുന്ന് പോലും
വചനം ശ്രദ്ധിക്കാൻ പറ്റാതെ സംസാരിക്കുന്നുവെങ്കിൽ, ഈ കുഞ്ഞു മക്കള് ദേവാലയത്തിൽ കുർബാന നടക്കുന്ന സമയത്ത് അവർ അശ്രദ്ധയോടിരിക്കുന്നുവെങ്കിൽ, അവർ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിശാച് പിടിച്ചിരിക്കും. അപ്പം ഒരു മനുഷ്യന്റെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ വചനം വായിക്കണം. വചനം വായിക്കുമ്പോൾ ഒന്നേ ഉള്ളൂ, വിശ്വാസം വർദ്ധിക്കും. 2, ശ്രദ്ധിച്ചു കേട്ടോ, വചനം കേൾക്കണം. വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാവും, ഹൃദയത്തിൽ അനുതാപമുണ്ടാകും. മക്കളെ ഓർത്തുകൊള്ളുക. അതായത് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വീട് കൊല്ലം അഷ്ടമുടിക്കായലിൻ്റെ നടുക്ക. വഞ്ചിയിൽ കയറി വേണം വീട്ടിൽ പോകാൻ, വഞ്ചിയിൽ കയറി വേണം വീട്ടിൽ പോകാൻ. അങ്ങനെ എൻ്റെ വണ്ടി വെക്കുന്ന വീടുണ്ട് ഇപ്പുറത്തെ സൈഡിലേ. ഞാൻ വണ്ടി എടുക്കുവാനായിട്ട് ആ മണ്ണിൽ കാല് കുത്തുമ്പം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നിൽ നിറയും. വാടകയ്ക്കാണ് ആ കുടുംബം താമസിക്കുന്നത്. തങ്കയെന്ന് പറയുന്ന ഒരു സഹോദരി വാടകയ്ക്ക് താമസിക്കുന്ന വീടാണത്. ഞാൻ ആ വീട്ടിൽ കാല് കുത്തുമ്പോൾ, ബൈക്ക് എടുക്കാൻ കാല് കുത്തുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയും. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നായ്ക്കമ്പറമ്പിലച്ഛൻ, പനക്കലച്ഛൻ, വട്ടായി അച്ഛൻ പോലുള്ള പ്രശസ്തരായ സുവിശേഷ പ്രഘോഷകർ ദിവസവും വന്ന് അരമണിക്കൂർ ആ വീട്ടിൽ വചനം പ്രഘോഷിക്കും. കേരളത്തിലുള്ള സകല വചന പ്രഘോഷകരും വന്ന് വചനം പ്രഘോഷിക്കും അരമണിക്കൂർ. ചായ പോലും കുടിക്കാതെ അവർ തിരിച്ചു പോകും. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കും. എൻ്റെ കാര്യം എങ്ങനെയാ? അത് രാവിലെ തുറന്നു വെക്കും ഷാലോൻ ടിവിയും ഗുഡ്നസ് ടിവിയും. അതിലൊക്കെ ഏതൊക്കെ വചനപ്രഘോഷകരുണ്ടോ അരമണിക്കൂർ വെച്ച് വചനം പ്രഘോഷമുണ്ടു. രാവിലെ മുതൽ വൈകിട്ട് വരെ ആരാ വീട്ടിൽ ചെന്നാലും ഒരു ശബ്ദം കേൾക്കാം, വചനപ്രഘോഷണം. ഇനി എന്നെ ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ പറയാൻ പോകുന്ന കാര്യം. സമയം തീർന്ന് നമ്മൾ ഉടനെ ആരാധനയിലേക്ക് പ്രവേശിക്കും. വാടകയ്ക്ക് താമസിക്കുന്ന സാമ്പത്തിക ക്ലേശമുള്ള പാവപ്പെട്ടൊരു കുടുംബം. ഈ സ്ത്രീ രാവിലെ 6:30 ഇടവക പള്ളിയിൽ പോയി കുർബാന അർപ്പിച്ചിട്ട് വീട്ടിൽ വരുമ്പം വചനം കേട്ടുകൊണ്ട് അടുക്കളയിലെല്ലാം പണിയെടുക്കും. ഉച്ചയോടുകൂടി ആകുമ്പം അടുത്തൊരു ഗവൺമെന്റ് നിത്യാരാധനയിൽ പോയി കൈ വിരിച്ച് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ മകൻ +2 കഴിഞ്ഞ്, ഏതാനും 4 വർഷത്തിന് മുമ്പ് +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിലുള്ള അടങ്ങാത്ത ആഗ്രഹം ഇതാണ്, അവന് ഡോക്ടർ ആവണം, MBBSന് ചേരണം. അവരെ വീട്ടിൽ സാമ്പത്തികമില്ല. അമ്മ, എനിക്ക് ഡോക്ടർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. മോനെ, നീ എൻട്രൻസ് എഴുത്, ഞാൻ പ്രാർത്ഥിക്കാം. ഇതാണ് അമ്മ, ഇതാണ് അപ്പൻ. അല്ലാതെ ബാങ്കിൽ പോയി കുറേ ലോൺ എടുത്ത് കടക്കണിയിൽ വന്ന് വീട് സ്ഥലവും ജിപ്തി ആകുന്ന ചിന്തയല്ല ആദ്യം വരുന്നത്. ആദ്യം വരേണ്ടത് എങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാവുന്നുള്ളതല്ല, എങ്ങനെ ലക്ഷങ്ങളുടെ കടമാക്കി വെക്കാവുന്നുള്ളതല്ല. ആദ്യം ചോദിക്കേണ്ടത് ദൈവം എന്താണ് ഇതിൽ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് ഇതിൽ കാണുന്നത്. ഈ അമ്മ പറഞ്ഞു, മോനെ ഞാൻ പ്രാർത്ഥിക്കാം, നീ എൻട്രൻസ് എഴുത്. എൻട്രൻസ് സമയത്ത് ഈ അമ്മ സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തി കൈ വിരിച്ചിട്ട് പറയാണ്, കർത്താവേ, ഞാൻ ഇതുവരെയും നിന്റെ വചനത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് വർഷങ്ങളായിട്ട് കുറഞ്ഞ സാലറിക്ക് ഗൾഫിലാണ്. വർഷങ്ങളായിട്ട് ഭർത്താവ് ഗൾഫിലാണ്, അധികം സാലറി ഇല്ല, ഇന്നും വാടക വീട്ടില. അവൻ എഴുതുക, ഒന്ന് സഹായിക്കുമോ? അമ്മ കണ്ണുനീരിൽ ചാലിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നു. മകൻ എൻട്രൻസ് എഴുതുന്നു. വിശുദ്ധ ഗ്രന്ഥം ഈ അമ്മ മകന് വേണ്ടി പഠിക്കുന്നു. എൻട്രൻസിന് റിസൾട്ട് വന്നപ്പോൾ ടോപ്പ് മാർക്ക് ഇന്ത്യയിലെ നമ്പർ 1 ഹോസ്പിറ്റൽ കോളേജാണ് ബാംഗ്ലൂർ സെന്റ് ജോൺസ് കോളേജ്. അവിടെ അഡ്മിഷൻ കിട്ടിയവന്. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ അഡ്മിഷൻ കിട്ടിയാണ്. ഫസ്റ്റ് ഇയറിലെ പരീക്ഷ സമയത്ത് അവന് ടെൻഷൻ കയറി വരുമ്പോൾ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ പറയും, മോനെ നീ ധൈര്യമായിട്ടിരി, എൻട്രൻസിൽ നീ പാസ്സായത്, ആ കോളേജിലേക്ക് നീ കയറിയത് മാതാപിതാക്കളുടെ ബുദ്ധിയോ മാതാപിതാക്കളുടെ സാമർഥ്യമോ അല്ല, നിന്റെ ദൈവമാണ് നിന്നെ അവിടെ ആക്കിയത്. അച്ഛൻ പറഞ്ഞ ദൈവഭയം, ദൈവവിചാരം. ശ്രദ്ധീര മാതാപിതാക്കളെ, വർഷങ്ങളോളം മണ്ണിനോട് മല്ലടിച്ചിട്ട് ഈ ദേശത്ത് ഈ ഒലിവുമലയുടെ ചുറ്റളവിൽ തൈലത്തോട്ടത്തിൽ തുച്ഛമായ സാലറിക്ക് വേണ്ടി വീട്ടുകാര്യങ്ങൾ പോലും നേരും ചുവയും ഒന്ന് കൊണ്ടു നടക്കാൻ പറ്റാതെ എത്ര കാലങ്ങളായി ഇങ്ങനെ തള്ളി നീക്കുന്നു.
ഈ കുഞ്ഞുങ്ങൾക്ക് സ്വപ്നത്തിനൊത്തൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോഴും അനേക യുവതി യുവാക്കൾ പാതി വഴിയിൽ വെച്ച് പഠിത്തം നിർത്തിയതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എൻ്റെ മാതാപിതാക്കൾക്ക് കഴിവില്ല, സമ്പത്തില്ല എന്നത് ഓർത്തിട്ടല്ലേ. കർത്താവിലേക്ക് കുഞ്ഞുങ്ങളോ യുവതി യുവാക്കളോ മാതാപിതാക്കളോ എന്നെങ്കിലും ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ എത്രയോ യുവതി യുവാക്കളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ തലവര മാറിപ്പോയേനും. 50-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ പറയുന്നില്ലേ, ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ. ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവവചനത്തെ തിരസ്കരിച്ചുകൊണ്ട് അധ്വാനിച്ചിട്ട് അധ്വാനത്തിൻ്റെ ഫലങ്ങളെല്ലാം എവിടെ? ക്ലേശവും സങ്കടവുമല്ലാതെ ജീവിതത്തിൽ ബാക്കി എന്താ ഉള്ളത്? ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ടോപ്പ് മാർക്ക് ഈ കുട്ടിക്ക്. സെൻറ് ജോൺസ് കോളേജിലെ അധികാരികൾക്ക് തോന്നിയാണ് ഇവനെ സഹായിക്കണമല്ലോ, സ്കോളർഷിപ്പ് കൊടുക്കാൻ തുടങ്ങി. ഇതാണ് സെൻറ് ജോൺസിലെ കോളേജിൽ നല്ല മാർക്ക് മേടിച്ച് പാസ്സായ ഒരു മകന് സ്കോളർഷിപ്പുമായിട്ട് ചെന്ന് സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷയ്ക്കും അമ്മ എന്ത് ചെയ്യും? അന്നൊരു പണിയും ചെയ്യത്തില്ല. അമ്മ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കൈവിരിച്ച് നിൽക്കും. തേർഡ് ഇയറിലെ ഡിസ്റ്റിങ്ഷൻ, ഫോർത്ത് ഇയറും കഴിഞ്ഞ് ഇപ്പോൾ ഡോക്ടറായി. അവനെ എനിക്ക് അടുത്തറിയാം. ഡോക്ടറായി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത സ്വപ്നം, അവനിപ്പോൾ ബോണ്ട് ചെയ്യണം 2 വർഷം. അത് കഴിഞ്ഞ് അവൻ്റെ സ്വപ്നം PG എടുക്കണം, MD എടുക്കണം എന്നുള്ള ആഗ്രഹം. അതിനും എൻട്രൻസ് എഴുതണം, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. എനിക്കുറപ്പുണ്ട് അവൻ കൈവെക്കുന്നതെല്ലാം ഫലം അണിഞ്ഞിരിക്കും. കാരണം അവൻ്റെ അമ്മ അവനെ കൊണ്ട് വചനം ഭക്ഷിപ്പിക്കുക. കോളേജിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് സമ്പന്നരുടെ മക്കൾ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അശുദ്ധിയിലും ആകുന്ന സമയത്ത് അമ്മ ഇന്നുകൊണ്ട് ഫോൺ ചെയ്യുമ്പം പറയും, മോനെ അപ്പൻ്റെ ക്ലേശം നീ ഓർക്കണം, വാടക വീട്ടിലാടാ, നിന്നിലാണ് ഈ പ്രതീക്ഷ, നീ പ്രാർത്ഥിക്കാൻ മറന്നു പോകരുതും, അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരണം. വചനത്തെയും കർത്താവിനെയും കൊടുക്കാതെ ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്തുകൊണ്ട് MBBS-നും എഞ്ചിനീയറിനും കൊണ്ട് ചേർത്ത് BSc നേഴ്സിങ്ങിനും കൊണ്ട് ചേർത്തിട്ട് പാതി വഴിയിൽ വെച്ച് ലക്ഷങ്ങളെ കാറ്റിപ്പറത്തിയിട്ട് തോന്നിയതുപോലെ ജീവിച്ചിട്ട് യുവത്വം താറുമാറാക്കിയ യുവതി യുവാക്കളെ ഞങ്ങൾക്ക് ധാരാളം അറിയാം. കേരളത്തിൽ ഇന്നും കോളേജിലും സ്കൂളിലും കയറാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന കുഞ്ഞുമക്കളെ ധാരാളം അറിയാം. എന്തുകൊണ്ടാ? മക്കളെക്കുറിച്ചുള്ള മനക്കോട്ടകൾ മാതാപിതാക്കൾ കെട്ടി, സ്വപ്നങ്ങളേറെ സ്ഥാപിച്ചു. പക്ഷേ ഈ മാതാപിതാക്കൾ എന്താ ചെയ്തത്? കൊടുക്കേണ്ടത് കൊടുക്കാതെ പോയി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാം കൊടുത്തോ, പക്ഷേ കൊടുക്കേണ്ടത് കൊടുക്കാതെ പോകരുത്. പ്രിയപ്പെട്ടവരെ, വചനം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് മുതൽ അസ്വസ്ഥതയുള്ള വീടാണോ? പൈശാചിക ബന്ധനമുള്ള വീടാണോ? ഗതിപിടിക്കാത്ത വീടാണോ? കൃഷിഭൂമി ഫലം തരാത്ത കൃഷിഭൂമിയാണോ? അവിടെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മാർക്കോസ് 16:15 പറഞ്ഞില്ലേ, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പറയുവിൻ. സൃഷ്ടികളോട് സുവിശേഷം പറയണം. കൃഷിഭൂമി വചനം പഠിച്ചിട്ട് പറയണം. വീട്ടിൻ്റെ അകത്ത് സീരിയൽ തുറന്നു വെച്ച് പൈശാചിക ബന്ധനങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ, മാതാപിതാക്കളെല്ലാം ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്, ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ മറ്റുള്ളവർ ജോലിക്ക് പോകുമ്പം TV തുറന്നു പോയി, ശാലോം പോലുള്ള ചാനലുകൾ തുറന്നു പോയി, ഇച്ചിരി ഓളിയത്തിൽ പോയി, വീട്ടിൻ്റെ അകത്തുള്ള അസ്വസ്ഥതകളും അശുദ്ധിയും ക്രമക്കേടും തന്നെ പുറത്തു പോവും. അനുസരിക്കാത്ത യുവാക്കളുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഏതെങ്കിലും വട്ടായി അച്ഛൻ്റെയോ ഡൊമിനിക് അച്ഛൻ്റെയോ ഡാനിൻ്റെ അച്ഛൻ്റെയോ ശുശ്രൂഷകൾ യൂട്യൂബിൽ തുറന്നു പോയി, അവനില്ലാത്ത സമയത്ത് ആ റൂമിനകത്ത് വചനം കിടന്ന് വിതയ്ക്കാൻ തുടങ്ങും, വചനം കിടന്ന് പരിവർത്തനം തുടങ്ങും. വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് തിന്മ തന്നെ പുറത്തു പോകും. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അതുകൊണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിരേ. മാറാത്ത മക്കൾക്ക് വേണ്ടി, മാറ്റമുണ്ടാകാൻ വേണ്ടി വചനം, മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിര്. രോഗികൾ വചനം പറഞ്ഞ് പ്രാർത്ഥിര്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും വചനം അയച്ചു, വചനം പറഞ്ഞാണ് പ്രാർത്ഥന. ശ്രദ്ധിച്ചു പറ ഹല്ലേലൂയാ. ഈശോ പറയുകയാണ് ലൂക്കാ 4:21 അവൻ പറഞ്ഞു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഇന്നീ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം, ഒരു അനുഭവം പറഞ്ഞിട്ട്. കൊല്ലം മാതാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർബന്ധിതനായി എന്ന് പറയാം. അങ്ങനെ സാധാരണ എവിടെയും പോകാറില്ല ഈ അടുത്ത നാളുകളായിട്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ, ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞ് നിർബന്ധിതനായി ഞാൻ അങ്ങോട്ട് ചെന്ന്
ക്യാൻസർ 4th സ്റ്റേജിലെത്തിയ ഒരു സഹോദരിക്ക്, 2 മക്കളുള്ള ഈ ആൻറ്റി, ക്യാൻസർ ശരീരത്തിൽ ബാധിച്ച് മരണത്തിൻ്റെ നിഴല് പറന്നിറങ്ങി. ജീവനതുല്യം സ്നേഹിക്കുന്ന ഭർത്താവ്, RCC കൈവിട്ടൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ വീട് മുഴുവൻ നിരാശയുടെ അന്ധകാരത്തിലാണ്ട് ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള സങ്കടവും പേറി ആ വീട്ടിലിരിക്കാം. വിശ്വാസത്തെക്കുറിച്ച് കുറേ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ചില സംഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. പരിശുദ്ധാത്മാവെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോയാന്ന് പറഞ്ഞു. എന്നിട്ട് ആത്മാവ് തന്ന ഒരു വചനം പറഞ്ഞു. ആ വചനം ഇതാണ്, സങ്കീർത്തനം 118:17, രോഗികൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വചനം. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തി പ്രഘോഷിക്കും. ശ്രദ്ധിച്ചോളണം പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരി എപ്പോഴും പറയണം ഞാൻ മരിക്കുകയില്ല എന്ന്. മരണഭീതി വരുമ്പോഴും, വേദന കൂടുമ്പോഴും, സങ്കടം അനുഭവപ്പെടുമ്പോഴും, ഉറക്കം നഷ്ടപ്പെടുമ്പോഴും, ജീവിതത്തിൽ എന്തെല്ലാം സഹോദരിയെ ബാധിച്ചിട്ടുണ്ടോ ആ സമയത്ത് മെഡിസിൻ കഴിക്കുന്നത് പോലെ പറയണം, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തി പ്രഘോഷിക്കും. ഈ സഹോദരി അത് ആമേൻ പറഞ്ഞ ഹൃദയത്തിൽ സ്വീകരിച്ചു. ഇനി ശ്രദ്ധിച്ച ഒരല്പസമയം ഞാൻ മറന്നു ഈ സഹോദരിയെ എന്ന് വെച്ചാൽ, ഞാൻ മറക്കും. ലോകത്തിലെ എല്ലാ വചനപ്രഘോഷകരും, കൗൺസിലേഴ്സും, പ്രാർത്ഥനക്കാരും എല്ലാവരും നമ്മളെ മറക്കും. നമ്മൾ സ്വീകരിച്ച, നമ്മൾ ഭക്ഷിക്കുന്ന വചനം നമ്മളെ മറക്കില്ല. വചനം പറയുന്നവൻ നമ്മളെ മറക്കും. വചനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വചനം നമ്മളെ മറക്കില്ല. അത് അവിടെ കിടന്ന് 100 മേനി ഫലം പുറപ്പെടുവിക്കും. കാരണം ഈശോ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനും ഉള്ളതാണ്. അത് സൗഖ്യത്തിൽ വെച്ച് ഏറ്റവും വലിയ സൗഖ്യം, അത്ഭുതത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം, അടയാളങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അടയാളം. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു കോൾ വരികയാണ്. എന്നെ പ്രാർത്ഥിക്കുവാൻ കൊണ്ടുപോയ സഹോദരനും വിളിക്കുന്നു, ആ സഹോദരിയും വിളിക്കുന്നു. രാവും പകലും ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും വേദനയിലും മരണഭീതിയിലും ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തി പ്രഘോഷിക്കൂ എന്ന് പറഞ്ഞു 3-ാമത്തെ മാസം RCCയിൽ ചെക്കപ്പിന് പോയപ്പോഴത്തേന് ശരീരത്തിലെ ക്യാൻസർ കാണാനില്ല. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ശരീരത്തിലെ ക്യാൻസർ കാണാനില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ വചനമാണ്. ജ്ഞാനം 16:12, മരുന്നോ അഭിഷുദ്ധ ലേപനമല്ല ഒരുവനെ സുഖപ്പെടുത്തുന്നത്, അങ്ങയുടെ വചനമാണ്. അതുകൊണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അടുത്തത് പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കാനായിട്ട് നിങ്ങൾ പോകണം. എവിടെങ്കിലും എത്രയോ ദുരിതത്തിലാണെങ്കിൽ പോലും ആ 365 ദിവസത്തിലെ ഒരു 5 ദിവസമെങ്കിലും താമസിച്ചുള്ളൊരു ധ്യാനം കൂടാൻ വേണ്ടി നിങ്ങൾ പോകണം. കൺവെൻഷൻ ഉള്ള സ്ഥലത്ത് നിങ്ങൾ പോകണം. കാരണം നമ്മുടെ രോഗം പിടിപെട്ടാൽ എത്രയോ ദിവസങ്ങൾ ആശുപത്രി കിടക്കുന്നത്. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ, പരിപരുത്ത അനുഭവങ്ങളിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ നമ്മളെ സഹായിക്കും. ചേർന്ന് പറ ഹല്ലേലൂയ. ഞാൻ 2-3 പച്ച അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ, നിങ്ങളെ സഹായിക്കുന്ന വിധത്തിൽ ഇന്നത്തെ ഈ 5 മിനിറ്റും കൂടെ എടുത്തിട്ട് ഞാനിന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ ആരാധനയിലാണ്. നിങ്ങൾ റൂമിനകത്ത് ഉറക്കം നഷ്ടമാണോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വീട്ടിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ശക്തമായ വചനങ്ങൾ എഴുതി വെക്കണം. സക്കറിയ 9:8 എഴുതി വെക്കണം. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും അവരെ കീഴടക്കില്ല, എൻ്റെ കണ്ണ് എപ്പോഴും അവരുടെ മേലുണ്ട്. ഈ വചനങ്ങൾ എഴുതി വെക്കണം. അതായത് ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് ദൈവകൃപയാൽ എനിക്ക് വചനവുമായിട്ട് 22 വർഷം വരെ ഒരു ബന്ധവുമില്ലായിരുന്നു. പള്ളിയിൽ ക്യാരിസം പോലും പഠിച്ചിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു. 22 വയസ്സ് വരെയും പള്ളിയിൽ കയറുകയില്ല. കയറിയാൽ വേറെ പല കാര്യത്തിന് വേണ്ടിയായിരുന്നു കയറുന്നത്. ഈശോയെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ വചനം എനിക്ക് ഭക്ഷിക്കാൻ തുടങ്ങി. ഞാൻ എന്തെന്നറിയാമോ, എൻ്റെ റൂമിനകത്ത് പലകയടിച്ച ചെറിയ വീടാണ്. വീടിനകത്ത് മുഴുവൻ അന്ന് വചനം, മനസ്സിൽ തട്ടുന്ന വചനങ്ങൾ DTP എടുത്ത് സെല്ല ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെക്കും. ഞാൻ ഉറങ്ങാൻ നേരത്ത് ആ വചനം കാണും, എഴുന്നേൽക്കുമ്പോൾ ആ വചനം കാണും. വീട്ടിൻ്റെ ഫ്രണ്ടിലും എല്ലാം, ബാക്കിലെല്ലാം വചനം വെക്കും. അന്നും ഇന്നും ഇനി എന്നും എൻ്റെ ബെഡ്റൂമിൽ, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എല്ലാം വചനം കാണും. വചനം വെച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് എൻ്റെ മാറ്റം ഇതാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ വിടുതലുകളും തന്നത് വചനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എൻ്റെ ഒരു കൂട്ടുകാരൻ
ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ തിരുവനന്തപുരത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഫ്രണ്ട് ബ്രദർ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീരിയലിൽ അഭിനയിക്കുന്ന ഒരു നടി, ഒരു കൂട്ടുകാരി പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്ന നടിയെ, ആ സീരിയൽ നടിയുടെ അവസ്ഥ ഇതാണ്. ജഡികാസക്തി കൊണ്ട് ഈ സ്ത്രീ അസ്വസ്ഥപ്പെടാൻ തുടങ്ങിയിട്ട് കുറേയേറെ നാളായി. പക്ഷെ ഇവക്ക് പാപം ചെയ്യാൻ പറ്റുന്നില്ല, പാപത്തിൽ വീണു പോകുന്നില്ല. മനസ്സും ശരീരവും പാപത്തിലേക്ക് വലിച്ചടയ്ക്കുമ്പോൾ പാപം ചെയ്യാൻ ഇവക്ക് പറ്റുന്നില്ല. ഒരു ശക്തി ഇവളെ പിന്തിരിപ്പിക്കുകയാണ്. ഇവക്ക് ആഗ്രഹമുണ്ട് ഈ തിന്മയിൽ നിന്ന് മാറണമെന്ന്, പക്ഷേ ഇവക്ക് മാറാനും പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഇതാണ് വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അത്ഭുതം കൺമുമ്പിൽ നടക്കും, പിശാച് തന്നെ വിട്ടുപോകും, തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. അങ്ങനെ ഇരിക്കുമ്പം ഈ സ്നേഹിതൻ്റെ പ്രത്യേകത ഇതാണ്, ഒരാളിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ വചനം പറഞ്ഞ് വചനം അയച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരി പെട്ടെന്ന് നിലത്ത് വീഴുകയും പാമ്പെഴയുന്ന പോലെ എഴയാൻ തുടങ്ങി. ജഡികാസക്തിയാൽ ബന്ധിക്കപ്പെട്ട ഈ സ്ത്രീ പാമ്പെഴയുന്ന പോലെ എഴഞ്ഞിട്ട് ഇവള് അബോധ മനസ്സിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ഇവളുടെ ഉള്ളിലുള്ള തിന്മ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇവളെ അനേക തവണ പാപത്തിലേക്ക് നയിക്കാൻ ഇവളുടെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വരെ ചെന്നു, പക്ഷെ എനിക്ക് ഗേറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവളുടെ വീട്ടിൻ്റെ മതിലിൽ എഴുതി വച്ചിരിക്കുന്ന വചനം എഴുന്നേറ്റ് നിൽക്കുക. വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിലൊരു സീരിയൽ നടികളിൽ സംഭവിച്ച കർത്താവ് പറഞ്ഞ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമുള്ളതാണ്. നമുക്കിത് കാണാൻ പറ്റില്ല, തിന്മ ഇത് കാണും. യേശു പറഞ്ഞു, സായാഹ്നമായപ്പോൾ അനേക അശുദ്ധാത്മാക്കളെ, രോഗികളെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ അവരെ വചനം കൊണ്ട് പുറത്താക്കുകയും രോഗശാന്തി ആവശ്യമുണ്ടായിരുന്നവർക്ക് നൽകുകയും ചെയ്തു. ഇതാണ് വചനത്തിൻ്റെ. ഇതിൽ വിശ്വസിക്കണം, ചോദ്യം ചെയ്യാതെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചറിയോ? ഈ സ്ത്രീയിൽ നിന്ന് ഇത് വിട്ടുപോയി. അപ്പോഴാണ് കൊണ്ടുവന്ന കൂട്ടുകാരിയോട് ചോദിച്ചു, സത്യമാണോ, വചനമുണ്ടോ മതിലിൽ? അതേ ബ്രദറെ, ഈ സ്ത്രീയുടെ വീട്ടിൻ്റെ ചുറ്റുമതിലെല്ലാം വചനം എഴുതി വെച്ചേക്കുക. അപ്പോൾ ഏതെങ്കിലും തിന്മ നമ്മളെ കുടുംബത്തെയോ മക്കളെയോ ജീവിതത്തെയോ ക്ലേശപരമാക്കുന്നുവെങ്കിൽ നമ്മൾ മസിൽ പവർ കൊണ്ടോ മണി പവർ കൊണ്ടോ തിന്മയെ പുറത്താക്കാൻ പറ്റില്ല, വചനം കൊണ്ട് മാത്രമേ പുറത്താക്കാൻ പറ്റുള്ളൂ. ചേർന്ന് പറ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോളണം, ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. കയ്യിൽ ഒരടയാളമായി, നെറ്റിത്തടത്തിൽ ഒരു പട്ടമായി അണിയണം. എന്ന് വെച്ചാൽ വിശ്വാസി, ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തി ഈ വിശുദ്ധ ഗ്രന്ഥം എടുക്കാൻ നീ ഒരു നാണക്കേടും കാണിക്കരുത്. വചനം കൈകൊണ്ടെടുക്കാൻ നാണക്കേട് അനുഭവപ്പെടുന്നവനെ ദൈവത്തിന് മുമ്പിൽ പ്രസാദിക്കുമെന്ന് പറയരുത്. എന്നിട്ട് പറയണം, അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടളപ്പടിന്മേലും പടിവാതിക്കലിലും എഴുതി വെക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ പറയാൻ പോകുന്ന അവസാനത്തെ കാര്യമാണ്. ദൈവാത്മാവിനാൽ ലോകത്തിൽ അനേക പണ്ഡിതന്മാർ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട്. 16-20 മോളിയം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, ഒരു ടെസ്റ്റ് തന്നെ അനുഭവത്തിൽ നിന്നും. ഈ ബുക്കുകളെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴും ഈ ബുക്കുകൾ വായിച്ചിട്ടും അനേകര് മാനസാന്തരപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കിടപ്പ് രോഗികൾ എഴുന്നേക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. കണ്ണുകൾ നിറയുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ പുസ്തകം ഉണ്ടല്ലോ, മാറ്റി എഴുതിയിട്ടില്ല. ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഈ പുസ്തകം ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും കോടിക്കണക്കിന് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ശുശ്രൂഷകര് ഒരേ ഒരു വചനം പറയുമ്പോഴും, അത് അന്ന് പറഞ്ഞപ്പോഴും ഇന്ന് പറയുമ്പോഴും ഇനി എന്ന് പറഞ്ഞാലും അനേകരുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ച് മോർച്ചറിലോട്ട് പോയ വ്യക്തികൾ ജീവനിലേക്ക് തിരിച്ചു വന്നത് ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ 2 വ്യക്തികളുടെ അനുഭവം എനിക്കറിയാം. 2 വ്യക്തികൾ 2009 മാർച്ച് മാസം 21-ാം തീയതിയും 1998 കാലഘട്ടത്തിലും ഒരു സംഭവം നടന്ന എനിക്കറിയാം. ഞാനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കുടുംബത്തിൽ നടന്ന കാര്യം എനിക്കറിയാം. കഠിന ഹൃദയങ്ങൾ എളിമപ്പെട്ട് ചങ്ക് പൊട്ടി കരഞ്ഞ് കുമ്പസാരക്കൂട്ടിലേക്ക് ഓടുന്ന പാപികളുടെ മാനസാന്തരം ഞാൻ കണ്ടിട്ടുണ്ട്. മാരക രോഗികൾ കൺമുമ്പിൽ സൗഖ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാവോ? എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. മറ്റ് ബുക്കുകൾ എഴുതിയവരാരും ഈ ബുക്കിൻ്റെ കൂടില്ല, പുസ്തകത്തിൻ്റെ കൂടില്ല. മറ്റ് ബുക്കുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ബുക്കുകൾ എഴുതിയ വ്യക്തികൾ വിദൂരത്താണ്. എന്നാൽ ഈ ബുക്ക് എഴുതിയ, ഈ ബൈബിൾ എഴുതിയ വ്യക്തി ഉണ്ടല്ലോ, ഈ വചനത്തിലുണ്ട്. ഈ വചനം കടന്നു വരുമ്പോൾ
ഈ വചനം സ്വീകരിക്കുന്ന വ്യക്തിയിൽ ഈ എഴുതിയ വ്യക്തിനെയാണ് സ്വീകരിക്കുന്നത്. അതാണ് അവിടെ അത്ഭുതം നടക്കുന്നത്. അതുകൊണ്ട് ഒരു കൽപ്പനയായിട്ട് നിയമാവർത്തനത്തിൽ പറയുന്നുവെങ്കിൽ നീ വായിക്കണം, അത് പഠിക്കണം, അത് കയ്യിൽ ഒരടയാളമായി നീ അപ്പൻ്റെ മകനാണെന്ന് പറയണം. നാളെ കൺവെൻഷന് വേണ്ടി ഇന്നത്തെ ആദ്യ ദിവസം ഈ സന്ദേശം തന്ന ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞെന്താണെന്നറിയാവോ? നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പുസ്തകം നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് കൊണ്ടുവന്ന് നോക്കിയേ. ഈ പുസ്തകം നെഞ്ചിനോട് ചേർത്ത് വെച്ച് വരുമ്പോഴുണ്ടല്ലോ, നമ്മൾ വരുന്ന വഴികളിലൂടെയും ഊടുവഴികളിലൂടെയും ദൈവമാണ് നമ്മുടെ നെഞ്ചിലിരുന്ന് വരുന്നത്. ദൈവത്തെ കൊണ്ടായിരിക്കും നമ്മൾ നാളെ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയെല്ലാം വിശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ നെഞ്ച് മാറ്റം സംഭവിക്കും. നോക്ക്, നാളെ മുതൽ, ഇന്ന് മുതൽ പഠിക്കുന്ന മക്കളെ, നിങ്ങളുടെ ബുദ്ധി മാറും, നിങ്ങളുടെ ലെവല് മാറും. നിങ്ങൾ ഭാരപ്പടിയൊന്നും വേണ്ട, നിങ്ങളുടെ തലവര മാറും. നമ്മൾ ഉടനെ ആരാധനയിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. 1, വചനം വായിക്കണം. 2, വചനം കേൾക്കാനുള്ളൊരു മനസ്സും എപ്പോഴും ഉണ്ടായിരിക്കണം. 3, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് പ്രഘോഷിക്കണം. കൺമുമ്പിൽ എന്നതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി സംഭവിക്കും.